ഇന്ത്യയിലെ ഇടതുപക്ഷം അടക്കമുള്ള പുരോഗമനവാദികളുടെ പുരോഗമന ആവേശം നാടും മൂടും മറന്ന് ഭാരതത്തിൻ്റെ കുലീനമായ സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന നിർണായകമായ നിലപാടുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമെന്ന ഇന്ത്യ കാലങ്ങളായി പിന്തുടരുന്ന പവിത്രമായ കീഴ്വഴക്കത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമായി പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് മനുഷ്യ അവകാശത്തിൻ്റെ മറപറ്റി മ്ലേച്ഛവും മലിനവുമായ സ്വവർഗ വേഴ്ചയ്ക്കും സ്വവർഗ വിവാഹത്തിനും നിയമ അനുമതി വേണമെന്ന് ശഠിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് BJP സർക്കാർ അതിനെതിരായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ സാധുത നിർണ്ണയിക്കുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിലെ 4-ാം വകുപ്പ് എടുത്തു കളയണമെന്നാണ് ഗേവാദികൾ ഹർജിയിൽ പറയുന്നത്. സ്വവർഗവേഴ്ചകളെ കുറ്റകരമാക്കുന്ന IPC 377 വകുപ്പ് മുൻപ് റദ്ദാക്കിയെങ്കിലും സ്വവർഗ വിവാഹം അംഗീകരിക്കില്ലെന്നും ആരൊക്കെ കയറ് പൊട്ടിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് തയ്യാറല്ലെന്നുമുള്ള ശക്തമായ നിലപാടുമായി ഭാരത സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ ശക്തമായി ഉയർത്തിപ്പിടിച്ച് മോദി സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. 1984 സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തിന് മാത്രമേ നിയമ പിൻബലം ഉള്ളൂ. ഇന്ത്യയിൽ സ്വവർഗവേഴ്ചകളെ ഒളിഞ്ഞും തെളിഞ്ഞും അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സോഷ്യൽ ഫിഗറുകളുമൊക്കെയുണ്ട്. എന്നാൽ ക്രൈസ്തവ സഭ ഈ തിന്മയ്ക്കെതിരായി ശക്തമായ നിലപാടുകളാണ് എന്നും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. കാരണം ഇത്തരം ബാന്ധവങ്ങളെ നഖശികാന്തം എതിർക്കുന്ന ഡോക്ട്രിനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ട് തന്നെ സഭ പരസ്യമായി ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളുടെ വിജയം കൂടിയാണ് ഇത്. സ്ത്രീ പുരുഷ സ്വാഭാവിക ബന്ധത്തിനപ്പുറത്ത് ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും പേക്കൂത്തുകളാടിയ സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ സർവശക്തനായ ദൈവം ചാമ്പലാക്കി കളഞ്ഞു എന്നതാണ് ബൈബിളിലെ പഴയ നിയമ ചരിത്രം. പുതിയ നിയമത്തിൽ സ്വവർഗഭോഗത്തെ മാരക പാപമായി അവതരിപ്പിക്കുന്നു. മാത്രമല്ല സ്വവർഗഭോഗികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പുതിയ നിയമത്തിൽ പലയിടത്തും തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പുരോഗമന അസ്കൃതകൾ കലശലായിട്ടുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷം അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യ അവകാശത്തിൻ്റെ പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴും ഈ തിന്മയെ പിന്തുണയ്ക്കുകയാണ് പതിവ്. കാരണം അവർക്ക് വോട്ട് മാത്രമാണ് വിഷയം. അവിടെയാണ് BJP സർക്കാരിൻ്റെ ധീരമായ ഈ തീരുമാനത്തിൻ്റെ പ്രസക്തി. സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈസ്തവ സഭകളും ക്രൈസ്തവ വിശ്വാസികളും. എന്തായാലും മോദി സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തികച്ചും ഭാരതത്തിൻ്റെ ശ്രേഷ്ഠ സംസ്കാരത്തോടും ക്രൈസ്തവ വിശ്വാസത്തോട് പൂർണ്ണമായും യോജിച്ചു പോകുന്നതും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതുമാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന വിവാഹ ബന്ധത്തിൻ്റെയും തൽഫലമായി ഉണ്ടാകുന്ന കുടുംബം എന്ന ദൈവീക പദ്ധതിയുടെയും നിലനിൽപ്പിനായി അതിശക്തമായ നിലപാട് സ്വീകരിച്ച മോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ. BJP സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ലഭിക്കുമെന്നത് തീർച്ചയാണ്.